സംഘപരിവാറും പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് ഭരണകക്ഷി MLAയുടെ വെളിപ്പെടുത്തൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ആവശ്യപ്പെട്ടു. കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക, MLAയുടെ വെളിപ്പെടുത്തൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോപണ വിധേയരായ പോലീസുകാർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ നടപടിയെടുക്കുന്നതിനു പകരം മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്നും MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പോലീസിന്റെ സംവിധാനം ഉപയോഗിച്ച് RV ബാബു എന്ന് പറയുന്ന ഒരു ക്രിമിനൽ BJPയുടെ RSSന്റെ ഹിന്ദുത്വ വംശീയതയുടെ ഏറ്റവും വലിയൊരു അപ്പോസ്തലൻ ഈ കേരളത്തിൽ പ്രസംഗിക്കുകയാണ്. ആരാ കേരളം ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്നത് മതനിരപേക്ഷതയുടെ കാവലാളെന്ന് പറഞ്ഞ് RSSന്റെ വാളിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങിയ ഗജവീരൻ എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ്. അവര് ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം ഭരിക്കുമ്പോഴാണ്, ഏറ്റവും സീനിയറായ ഒരു നേതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSSന് ലീസിന് കൊടുത്തതാണ് എന്ന് CPM വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. മണ്ഡലം സെക്രട്ടറി EKK ഭാവ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കല്ലുരുട്ടി, മണ്ഡലം ട്രഷറർ ലിയാഖത്ത് മുറാമ്പത്തി, മണ്ഡലം വൈസ് പ്രസിഡന്റ് EN നദീറ എന്നിവർ സംസാരിച്ചു. മുക്കം മാളിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സാലിം ജി റോഡ്, നസ്രുള്ള, ഉബൈദ് കൊടപ്പന, സെലീന പുൽപ്പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ്, മുക്കം.